أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون സദഖല്ലാഹുൽ അലീം. സൂറ ആല ഇമ്രാനിലെ 104-ാമത്തെ ആയത്ത്. വൽ തകുൻ, ഉണ്ടാകുകയും ചെയ്യട്ടെ, മിൻകും, നിങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളാൽ, ഉമ്മത്തുൻ, ഒരു സമൂഹം, യദ്ഊന, അവർ വിളിക്കുന്നു, ഇലൽ ഖൈരി, നന്മയിലേക്ക്, വയഅ്മുറൂന, അവർ കൽപ്പിക്കുന്നു അഥവാ കൽപ്പിക്കുന്നവരാണ്, ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് അഥവാ നന്മ കൽപ്പിക്കുന്നു, വയൻഹൗന, അവർ വിരോധിക്കുന്നു, അനിൽ മുൻകർ, തിന്മയിൽ നിന്ന് അഥവാ തിന്മ വിരോധിക്കുന്നു. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, വഉലൈക, അവർ, ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാകുന്നു വിജയികൾ. കഴിഞ്ഞ ആയത്തിൽ എല്ലാവരും അള്ളാഹുവിന്റെ ഭാഷത്തെ മുറുകെ പിടിക്കൂ, ഭിന്നിക്കരുത് എന്നാണല്ലോ പറഞ്ഞത്. ഭിന്നിക്കാതെ ഇരുന്നിട്ട് എന്താണ് ചെയ്യാനുള്ളത്? അതാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. കാന എന്ന് പറഞ്ഞാൽ ഉണ്ടായി, കുൻ ലിയകുൻ ലിതകുൻ, ഉണ്ടാവട്ടെ, ഉണ്ടാകട്ടെ എന്ന കൽപ്പനയാണ്. വാവ് മുന്നിലുള്ളതിലേക്ക് ചേർക്കാൻ, ഉണ്ടാകുകയും ചെയ്യട്ടെ, ഭിന്നിക്കാതിരിക്കുകയും എല്ലാവരും ഒന്നിച്ച് അള്ളാഹുവിന്റെ ഭാഷത്തെ മുറുകെ പിടിക്കുകയും ഭിന്നിക്കാതിരിക്കുകയും ചെയ്യട്ടെ, ഭിന്നിക്കാതിരിക്കുകയും ചെയ്യുവേൻ, എന്നിട്ട് ഇങ്ങനെ ഒന്നും ഉണ്ടാകുകയും ചെയ്യട്ടെ. മിൻകും എന്നതിന് 2 തഫ്സീറുകൾ കാണാൻ കഴിയും. ചില പണ്ഡിതന്മാര് മിൻകും എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്നുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരുമല്ല, നിങ്ങളിൽ കുറച്ചാളുകൾ. മറ്റു ചില പണ്ഡിതന്മാര് നിങ്ങളാൽ, മീൻ എന്നത് ബയാന് തബ്ഈൽ 2 രീതിയിൽ അറബിയിൽ ഉപയോഗിക്കും. അതിൽ ബയാനാണെന്നും തബ്ഈൽ എന്ന് പറഞ്ഞാൽ ബഅള്, ചിലര് ചെയ്താൽ മതി. അപ്പൊ എല്ലാവരും ഈ പറഞ്ഞ സംഭവം, കൽപ്പന എല്ലാവർക്കും ബാധകമല്ല. രണ്ടാമത്തെ വിശദീകരണ പ്രകാരം എല്ലാവർക്കും ബാധകമാണ്. ഏതാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളാൽ ഉണ്ടാകട്ടെ ഉമ്മത്തുൻ, ഒരു ഉമ്മത്ത്. എന്താണ് ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ? ഖൗമും ഉമ്മത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. ഖൗമ് ജനങ്ങളാണ്, ജനതയാണ്. ഉമ്മത്ത് ഖൗമുൻ മഅർ റിസാല, പീപ്പിൾ വിത്ത് എ മിഷൻ, ഒരു പ്രത്യേക ദൗത്യമുള്ള ഒരു ജനതയാണ്. നമ്മുടെ സ്റ്റേഡിയത്തില് ഗാലറിയിൽ ഇരിക്കുന്നവരും ഗ്രൗണ്ടിൽ കളിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസമുണ്ടാകും. ഗാലറിയിൽ ഇരിക്കുന്നവർ ധാരാളം ആളുകളുണ്ട്, പക്ഷെ അതൊരു ഖൗമാണ്. കാരണം അവർ ഒരേ മനസ്ഥിതിക്കാരല്ല. 2 ടീം ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ടാകും. ഗാലറിയിൽ ഇരിക്കുന്ന കുറെ ആളുകൾ ഒരു ടീമിന്റെ പക്ഷത്തും മറ്റു കുറെ ആളുകൾ മറ്റൊരു ടീമിന്റെ പക്ഷത്തുമായിരിക്കും. 2 പക്ഷത്തും അല്ലാതെ വെറുതെ കളി കാണാൻ വന്നിരുന്ന ആളുകളും ഉണ്ടാകും. ഇങ്ങനെ പലതാണ് ആളുകൾ. തിങ്ങി നിറഞ്ഞ് ഇരിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ മനസ്സ് ഭിന്നമായിരിക്കും. അതേ സമയത്ത് ഗ്രൗണ്ടിൽ ഉണ്ടാകും ഏതാനും ആളുകൾ. ചിലപ്പോൾ ചില കളികൾക്ക് ഒരാൾ ഇപ്പുറത്തും ഒരാൾ അപ്പുറത്തും ഉണ്ടാവുകയുള്ളൂ. അപ്പോഴും അത് 2 ടീമാണ്. 11 വരെ ആളുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോഴും അത് 2 ടീമാണ്. അവരെ ടീമാക്കുന്നത് എന്താണ്? അവർക്ക് എല്ലാവർക്കും കൂടി ഒരു മിഷനുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, അതിനൊരു നായകനുണ്ട്,
ഓരോരുത്തർക്കും വ്യത്യസ്തമായ റോളുകളുണ്ട്. ഇതാണ് പീപ്പിൾ വിത്ത് എ മിഷൻ എന്ന് പറയുന്നത്. എന്നതുപോലെ നിങ്ങളാൽ ഒരു ടീം ഉണ്ടാവട്ടെ. എന്താണ് ആ ടീമിന്റെ മിഷൻ? യദ്ഉന ഇലൽ ഖൈർ, ഖൈറിലേക്ക് വിളിക്കുന്ന ഒരു ടീം, നന്മയിലേക്ക്. അൽ ഖൈർ ആണ്, ഇലാ ഖൈരിൻ എന്നല്ല, ഏതോ ഒരു നന്മയിലേക്കോ ഏതോ ചില നന്മകളിലേക്കോ അല്ല, മൊത്തം നന്മകൾ. അൽ ഖൈർ, അൽ ഹംദ്, സർവസ്തുതിയും എന്ന് പറയുന്നത് പോലെ അൽ ഖൈർ, സകല ഖൈറും. വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കുന്നു, തിന്മ തടയുന്നു. നന്മ എന്ന് പറയുന്നത് മഅറൂഫ്, അറിയപ്പെടുന്ന കാര്യം എന്നാണ് വാക്കിന്റെ അർത്ഥം. പറയാതെ വിശദീകരണമൊന്നും ആവശ്യമില്ലാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഅറൂഫിനെ വിശദീകരിച്ചത് അൽ മഅറൂഫു മാ യഅരിഫുൻ നാസ്, മഅറൂഫ് എന്താണെന്ന്, നല്ല കാര്യമാണ് എന്ന് മറ്റൊരാളോട് പറയേണ്ടതുണ്ടാകില്ല. അത് കേട്ടാൽ തന്നെ, അറിഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം നല്ല കാര്യമാണ്. വൽ മുൻകറു വയൻഹൗന അനിൽ മുൻകരി എന്നാണല്ലോ, സകല തിന്മകളിൽ നിന്നും തടയണം. മുൻകർ എന്താണ്? അൽ മുൻകറു മാ ഹാക ഫീ നഫ്സിക വകരിഹ്ത അൻ യത്തരിഅ ഇലൈഹിൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മുൻകർ എന്ന് പറഞ്ഞാൽ നീ ചെയ്താൽ നിനക്ക് തന്നെ മനസ്സിൽ അത് ചൊറിച്ചിലുണ്ടാക്കും. നീ അത് ചെയ്തത് ജനങ്ങൾ അറിയാൻ ഇടവരുന്നത് നീ വെറുക്കുകയും ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളാണ് മുൻകർ. എല്ലാ തിന്മകളും മുൻകറിന്റെ വിശദീകരണത്തിലും എല്ലാ നന്മകളും മഅറൂഫിന്റെ വിശദീകരണത്തിലും വരുന്നതാണ് എന്ന് ചുരുക്കം. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ, നിങ്ങൾ അങ്ങനെയുള്ള ഒരു ഉമ്മത്താണ് ആകുന്നതെങ്കിൽ, വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, നിങ്ങൾ തന്നെയാണ് വിജയികൾ. എവിടെ വിജയികൾ? എവിടെ എന്ന് അല്ലാഹു തആല വേർതിരിച്ച് പറഞ്ഞിട്ടില്ല. ഇഹലോകത്തും പരലോകത്തും വിജയിക്കുന്നവർ. ഹയ്യാലൽ സ്വലാഹ്, ഹയ്യാലൽ ഫലാഹ് എന്ന് വിളിക്കുന്നുണ്ടല്ലോ. ഇഹലോകത്തും പരലോകത്തും വിജയിക്കാനാണ് വിളിക്കുന്നത്. എന്നതുപോലെ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഇഹലോകത്തും അത്തരം ആളുകളാണ് വിജയിക്കുക, പരലോകത്തും അത്തരം ആളുകളാണ് വിജയിക്കുക. ഇഹലോകത്ത് വിജയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പണിയെടുത്തവർ പരലോകത്തും വിജയിക്കും എന്നർത്ഥം. ഇഹലോകത്ത് നന്മയുണ്ടാക്കാനാണ് നന്മ കൽപ്പിക്കുന്നത്, തിന്മ തടയുന്നത്, ഖൈറിലേക്ക് വിളിക്കുന്നതും ഒക്കെ. നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒന്നുകൂടി അതിലൂടെ സഞ്ചരിക്കാം. വൽതക്കും മിൻകും ഉമ്മത്തുൻ, ഒരു ഉമ്മത്ത് നിങ്ങളിൽ നിന്നുണ്ടാവട്ടെ എന്നാണോ നിങ്ങളാൽ ഉണ്ടാവട്ടെ എന്നാണോ എന്ന് ഞാൻ രണ്ടഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പരിശുദ്ധ ഖുർആനിന്റെ വരികൾ പ്രൊമോട്ട് ചെയ്യുന്നത് രണ്ടാമത് പറഞ്ഞ വിശദീകരണത്തെയാണ്. അടുത്ത പേജിൽ തന്നെ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഉത്തമ സമൂഹമാണ്, നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് തൊട്ടടുത്ത പേജിൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം ആയത്തിലേക്ക് എത്തും. അപ്പൊ മൊത്തം ഉമ്മത്ത് തന്നെ നന്മ കൽപ്പിക്കാനും തിന്മ തടയാനും വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണെന്ന് തന്നെ പറയുമ്പോൾ ആ പണി ഉമ്മത്തിൽ ചിലര് ചെയ്താൽ മതി എന്ന് വരൂലല്ലോ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, ഇത് മുസ്ലിം സമുദായത്തിൽ ചിലര് ചെയ്യേണ്ട പണിയല്ല, എല്ലാവരും ചെയ്യേണ്ട പണിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ലല്ലോ. സൂറ യൂസുഫില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്, ഖുൽ, നബിയെ പറയൂ, ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബഅനി. 108-ാമത്തെ ആയത്ത്. നബിയെ പറഞ്ഞേക്കൂ, ഇതാണ് എന്റെ സബീൽ, അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് വിളിക്കുകയാണ്, അലാ ബസീറത്തിൻ, ഞാനും വമനിത്തബഅനി, എന്നെ പിൻപറ്റിയവരും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക്, അതാണ് യദൂന ഇലൽ ഖൈർ എന്ന് പറഞ്ഞത്, ഖൈറിലേക്ക് ആളുകളെ വിളിക്കുക, മനുഷ്യരെ വിളിക്കുക,
അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്ന പണി, നബിയെ പിൻപറ്റുന്നവരും ചെയ്യുന്ന പണി. അപ്പൊ പിൻപറ്റണമെങ്കിൽ എല്ലാവരും പിൻപറ്റണം. അതുകൊണ്ട് തന്നെ ചിലര് പിൻപറ്റിയാൽ മതി, ചിലര് വിളിച്ചാൽ മതി, ചിലര് നന്മ കൽപ്പിച്ചാൽ മതി, തിന്മ തടഞ്ഞാൽ മതി എന്ന വാദം യഥാർത്ഥത്തിൽ ഖുർആൻ കൊണ്ട് തന്നെ നിലനിൽക്കാത്ത കാര്യമാണ്. ഇനി ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാര് ചെയ്താൽ മതി. എല്ലാവരും ചെയ്യേണ്ടതല്ല, ഫർള് കിഫയാണ്. പണ്ഡിതന്മാര് ചെയ്താൽ തന്നെ എല്ലാവരുടേതും വീടും. അങ്ങനെ അറിവുള്ള ആളുകളെ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും നന്മയിലേക്ക് വിളിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുള്ളൂ എന്ന്. അതിന് ഇമാം നബവി റഹിമഹുല്ല പറഞ്ഞ മറുപടി അത് ശരിയാണ്. അറിവുള്ളവർ ചെയ്താൽ മതി, പക്ഷേ നമസ്കാരം നിർബന്ധമാണ്, കള്ള് ഹറാമാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എല്ലാ മുഅ്മിനുകളും ആലിമുകൾ തന്നെയാണ്. ചുരുക്കത്തിൽ ഇസ്ലാം ഉൾക്കൊണ്ട് ജീവിക്കുന്ന മുഴുവൻ സത്യവിശ്വാസികളുടെയും ബാധ്യതയാണ് യദഊന ഇലൽ ഖൈർ, ഖൈറിലേക്ക് വിളിക്കുക എന്ന് പറയുന്നത്. ഏത് ഖൈർ? ദീനുൽ ഇസ്ലാം തന്നെയാണ് ഖൈർ. ദീനുൽ ഇസ്ലാം മുഴുവനുമാണ് ഖൈർ. ഇസ്ലാം അല്ലാത്തതൊക്കെ ബാത്തിലാണ്, അതുകൊണ്ട് ഷെറുമാണ്. അതുകൊണ്ട് മൊത്തം ജീവിതത്തെ, മൊത്തം മനുഷ്യ സമൂഹത്തെ ഇസ്ലാമിലേക്ക് വിളിക്കുന്ന ഒരു സമൂഹമാണ് നിങ്ങളെ കൊണ്ട് ഉണ്ടാകേണ്ടത്. ആ ഖൈറിലേക്ക് വിളിക്കുക എന്ന് പറയുന്ന പണിയുടെ ഒരു വിശദീകരണമായിട്ട് പറഞ്ഞതാണ് നന്മ കൽപ്പിക്കുക, തിന്മ തടയുക എന്നത്. വലിയ കാര്യമായിട്ടാണ് ഖുർആനും സുന്നത്തും ഈ കാര്യം പറയുന്നത്. ഉദാഹരണമായി ബനി ഇസ്രായേല്യർ ശപിക്കപ്പെട്ടതിന്റെ കാരണം പറയുന്നുണ്ട് സൂറത്തുൽ മാഇദയിൽ. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു, അവർ തിന്മ തടയുന്നവരായിരുന്നില്ല, അവരത് ചെയ്യുകയും ചെയ്തു. തിന്മ തടയുക എന്നുള്ള ബാധ്യതയെ നിറവേറ്റില്ല എന്ന് മാത്രമല്ല, അവർ തിന്മ പ്രവർത്തിക്കുക കൂടി ചെയ്തു. അപ്പൊ രണ്ടു കുറ്റമായി. അത് രണ്ടിന്റെയും ഫലമായിട്ട് അവർക്ക് ലഅനല്ലാഹു ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ് അലൈഹിസ്സലാമിന്റെ ഈസ ബിനു മറിയം, ഈസ അലൈഹിസ്സലാമിന്റെയും ഒക്കെ നാവിലൂടെ അല്ലാഹു തആല അവരെ ശപിച്ചു എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ശാപം കിട്ടുന്ന കാര്യമാണ്. ഹദീസിലും അത് വന്നിട്ടുണ്ട്. വല തഅ്മുറന്ന ബിൽ മഅറൂഫി വല തൻഹൗന്ന അനിൽ മുൻകർ ഔ ലയുസല്ലിതന്നല്ലാഹു ഔ ലയൂഷിക്കന്നല്ലാഹു അലൈക്കും ഇഖാബൻ മിൻ ഇൻദിഹി ജമീഅ സുമ്മ ലതദഉന്നഹു ഫലാ യുസ്തജാബു ലക്കും. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും തന്നെ വേണം, അല്ലെങ്കിൽ നിങ്ങളെ മൊത്തത്തിൽ അല്ലാഹു തആല ശിക്ഷിക്കും. പിന്നീട് നിങ്ങൾ അവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയില്ല എന്ന് പറഞ്ഞ ഹദീസിൽ കാണാൻ കഴിയും. വേറൊരു റിപ്പോർട്ടിലുണ്ട് തഅ്മുറന്ന ബിൽ മഅറൂഫ് വല തൻഹൗന്ന അനിൽ മുൻകർ ഔ ലയുസല്ലിതന്നല്ലാഹു അലൈക്കും മല്ലാ യർഹമുക്കും വലാ യഖാഫുക്കും. നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും തന്നെ വേണം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളോട് അശേഷം കാരുണ്യമില്ലാത്തവനും ഒട്ടും ഭയമില്ലാത്തവനുമായ ആളുകളെ നിങ്ങളുടെ അധികാരികളായിട്ട് കൊണ്ടുവരും, ഭരണം അവർക്ക് കൊടുക്കും എന്നൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും. അപ്പൊ ഇതൊക്കെ ചിലര് ചെയ്താൽ മതി എന്ന് വരൂലല്ലോ. യഥാർത്ഥത്തിൽ മൊത്തം മുസ്ലിം ഉമ്മത്തിന്റെ ദൗത്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യദഊന ഇല ദഅവത്തി ഇലൽ ഖൈറി അംറും ബിൽ മഅറൂഫി വനഹീന അനിൽ മുൻകരി എന്നൊക്കെയുള്ള നിലയിൽ പറയുന്നത്. അത് ചെയ്താൽ വിജയിക്കുമെന്ന് ഇവിടെ പറഞ്ഞു. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ചെയ്തില്ലെങ്കിൽ പരാജയപ്പെടുന്ന അവിടുന്ന് തന്നെ മനസ്സിലാകും. അള്ളാഹുവിന്റെ ശാപമുണ്ടാകും, പ്രാർത്ഥന സ്വീകരിക്കുകയില്ല, ദുഷ്ടന്മാരായ ആളുകളുടെ അധികാരത്തിന്റെ കീഴിലായി തീരും. ഇതൊക്കെ തന്നെയല്ലേ മുസ്ലിം ലോകം ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവനും അത് തന്നെയല്ലേ അഭിമുഖീകരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും അത് തന്നെയല്ലേ അഭിമുഖീകരിക്കുന്നത്. അഥവാ വിജയിക്കാനുള്ളത് ചെയ്യുന്നില്ല, അപ്പൊ പരാജയമാകും. മുസ്ലിം ഉമ്മത്ത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ട പണി എന്താണ്? ഈ 150 കോടിയിലധികം വരുന്ന മനുഷ്യർ ചെയ്യേണ്ട പണി ലോകത്തെ മുഴുവനും, അവർ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ, അവർ ജീവിക്കുന്ന സമൂഹത്തിൽ, അവർ ജീവിക്കുന്ന നാട്ടിലും രാജ്യത്തും ലോകത്തും മനുഷ്യരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തത്, എന്തിലേക്കാണ് വിളിച്ചത്, അതുപോലെ അതിലേക്ക് വിളിക്കുകയും അങ്ങനെ ലോകം മുഴുവൻ അള്ളാഹുവിന്റെ സന്ദേശം എത്താൻ വേണ്ടി പണിയെടുക്കുകയുമാണ് അവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അതാണ് ഈ ആയത്ത് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. ഇത് പറഞ്ഞത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ്, അത് നമുക്കറിയാം.
സഹാബികളിൽ തന്നെ ഗോത്രങ്ങളുടെ പേരിൽ ഭിന്നതയുണ്ടാക്കാൻ ശത്രുക്കൾ ശ്രമിച്ചപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം, എന്നിട്ട് ഒന്നിച്ചു നിന്നിട്ട് എടുക്കാനുള്ള പണി ഇതാണ്. നമ്മുടെ നാട്ടിൽ ഐക്യം വേണമെന്ന് പറയാൻ മുകളിലെ ആയത്തോതലുണ്ട്. ഈ സംഘടനകൾ തമ്മിലൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഐക്യവേദിയൊക്കെ ഉണ്ടാക്കും. സംഘടനകൾ തമ്മിൽ ഐക്യം വേണം, മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നത പാടില്ല എന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾക്കൊരു ഭിന്നതയുമില്ല. പക്ഷേ ഒന്നിച്ചിട്ട് എന്താണ് ചെയ്യാനുള്ളത്, ഞങ്ങൾ ഒന്നിച്ചിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന വിഷയത്തിൽ മുസ്ലിം സംഘടനകളുടെയും നേതാക്കളുടെയും പണ്ഡിതന്മാരുടെയും കാഴ്ചപ്പാട് ഈ പറഞ്ഞതിനോട് അടുത്തു പോകുന്നത് വളരെ വിരളമാണ്. എല്ലാവരും കൂടി ഒന്നിച്ച് സമൂഹത്തെ മൊത്തം അവരെയും അവരുൾക്കൊള്ളുന്ന സമൂഹത്തെയും നന്മയിലേക്ക് പ്രബോധനം ചെയ്യുക എന്നത് നിർബന്ധബാധി. ഇമാം ഗസാലി റഹിമഹുല്ലാ പറഞ്ഞത് വൽതക്കും എന്നത് ഈ അമ്രാണ്, കൽപ്പനയാണ്. അതുകൊണ്ട് പിന്നെ അത് നിർബന്ധമോ അല്ലേ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ ഇത് സംബന്ധിച്ച വ്യാഖ്യാനം നമുക്ക് കാണാൻ കഴിയുക. കാരണം അള്ളാഹു കൽപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ഉമ്മത്തായിക്കൊണ്ട്, അഥവാ ഒരു മിഷനുള്ള, ഒരു ദൗത്യമുള്ള, ഒരു നേതൃത്വമുള്ള സമൂഹമായി നിന്നുകൊണ്ട് ലോകത്തെ നന്മയിലേക്ക് നയിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഗോത്രങ്ങളുടെ പേരിൽ വഴക്കടിച്ച് തമ്മിൽ തല്ലി നശിക്കുകയല്ല വേണ്ടത് എന്നാണ് അന്ന് പറഞ്ഞത്. അന്ന് അവരുടെ മുമ്പിലുള്ള വിജയം ദീനുൽ ഇസ്ലാമിന്റെ അന്നത്തെ വിജയമായിരുന്നു. എക്കാലത്തും ദീനുൽ ഇസ്ലാമിന് ആവശ്യമുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെ വിജയത്തിന്റെ വഴി ഇത് തന്നെയാണ് എന്ന് ചുരുക്കം. അത് സംഭവിക്കുന്നില്ലെങ്കിൽ പരാജയമാണ് ഉണ്ടാകുക എന്നും അതിൽ നിന്ന് മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ ശാപവും അള്ളാഹുവിന്റെ ദുന്യാവിൽ നിന്ന് തന്നെയുള്ള ശിക്ഷയും ലഭിക്കുന്ന ഗുരുതരമായ കാര്യമാണ്. ഒരുപാട് സ്ഥലത്ത്, 10ഓളം സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ ഈ അംറും ബിൽ മഅറൂഫ് വ നഹ്യുൻ അനിൽ മുൻകർ എന്ന കാര്യം എടുത്തു പറയുന്നുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിയിൽ ഇരിക്കരുത് എന്ന് പറഞ്ഞു ഒരിക്കൽ സഹാബിമാരോട്. അപ്പോൾ വഴിയിൽ ഇരിക്കേണ്ട അത്യാവശ്യം ഉണ്ടായാലോ എന്ന് തിരിച്ചു ചോദിച്ചു. ചിലപ്പോഴൊക്കെ ആളുകൾക്ക് വഴിയിൽ ഇരിക്കേണ്ടി വരും. അങ്ങനെയാകുമ്പോ അതിന്റെ ഹക്ക് നിറവേറ്റണം എന്ന് പറഞ്ഞു. ആ ഹക്ക് നിറവേറ്റണം എന്ന് പറഞ്ഞ കൂട്ടത്തിലുണ്ട് സലാം മടക്കലും. കാരണം വഴിയിലിരിക്കുമ്പോൾ പോകുന്നവരൊക്കെ സലാം പറഞ്ഞുകൊണ്ടിരിക്കും, സലാം മടക്കാതെ അവിടെ ഇരിക്കരുത് എന്നതുപോലെ അംറും ബിൽ മഅറൂഫ് വ നഹ്യുൻ അനിൽ മുൻകർ, ആ വഴിയിലിരിക്കുന്നയാള് അംറും ബിൽ മഅറൂഫ് വ നഹ്യുൻ അനിൽ മുൻകർ ചെയ്യണം. ഈ ഇസ്ലാമിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ ഖൈറിലേക്ക് വിളിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പൊതുവിൽ ആളുകളുടെ ഒരു ധാരണ അതിങ്ങനെ പ്രസംഗിക്കുക, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ ഇങ്ങനെ പോകുക, അല്ലെങ്കിൽ പുസ്തകം എഴുതുക, ക്ലാസ് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് എന്നാണ്. അതൊക്കെ അതിലൊരു ഇനങ്ങൾ മാത്രമാണ്. നിത്യജീവിതത്തിൽ മാതാപിതാക്കൾ നന്മ കൽപ്പിക്കുന്നവരും തിന്മ തടയുന്നവരുമാണെങ്കിൽ, ആ ഖൈറിലേക്ക് വിളിക്കുന്നവരാണെങ്കിൽ അവരുടെ കീഴിൽ വളരുന്ന മക്കളിൽ തന്നെ അത് നടക്കേണ്ടതുണ്ട്. മക്കളെ നല്ല കുട്ടികളാക്കി വളർത്തുക എന്നത് അവരുടെ ബാധ്യതയാണ്. മുസ്ലിം മാതാപിതാക്കൾ ഈ ദൗത്യം നിറവേറ്റിയാൽ തലമുറകൾ തന്നെ വളരെ പെട്ടെന്ന് നന്നായി പോകുമല്ലോ. അധ്യാപകർ അവരുടെ വിദ്യാർത്ഥികളോട്, മുതലാളി അവരുടെ തൊഴിലാളികളോട്, നേതാക്കന്മാർ അവരുടെ അനുയായികളോട്, കൂട്ടുകാരോട്, ഇങ്ങനെ ആരോടും സത്യവിശ്വാസിക്ക് പറയാനുണ്ടാക്കുക ഏതൊരു വിഷയത്തിലും നല്ലതെന്താണ്, ഖൈർ എന്താണ്, സത്യം എന്താണ് എന്നായിരിക്കും പറയാനുണ്ടാകുക. അല്ലാതെ ഷെറായ ഒരു കാര്യത്തിലേക്ക്, അസത്യമായ ഒരു കാര്യത്തിലേക്ക്, ചീത്തയായ ഒരു കാര്യത്തിലേക്ക് അള്ളാഹുവിന്റെ ഒരു മഖ്ലൂഖിനെയും വിളിക്കുകയോ പ്രേരിപ്പിക്കുകയോ പ്രചോദിപ്പിക്കുകയോ ചെയ്യുന്ന പണി സത്യവിശ്വാസി എടുക്കുകയില്ല. അതല്ല ഏൽപ്പിച്ച ദൗത്യം. അങ്ങനെ ചെയ്താൽ പരാജയപ്പെടും, ശാപത്തിന് അർഹനാകും. ഇങ്ങനെ ചെയ്താൽ, ഇത് ചെയ്താൽ വിജയിക്കുകയും ചെയ്യും എന്നാണ് ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം ശരിയായി മനസ്സിലാക്കാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.